അങ്ങനെ ഒബ്സഷൻ മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. കുറേ നാളോട്ട് കാണണമെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ടൈം കിട്ടിയത്. പോയി കാണണമെന്ന് എല്ലാവരും കിട്ടില്ല പടമെന്നൊക്കെ പറഞ്ഞ് നല്ല കുറേ പോസ്റ്റുകളും കാര്യങ്ങളും റിവ്യൂസൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ കാണണമെന്ന് വെച്ച് തന്നെ ഇരുന്നത്. പക്ഷേ ടൈം കിട്ടിയില്ല. ഇപ്പോഴാണ് ടൈം കിട്ടിയത്. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി പടം. എൻ്റെ മോനെ എന്താ പറയുക, ഈ സിനിമയിലെ പേര് പോലെ തന്നെയാണ്. ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു എന്താ പറയുക, ഒരു ഒരു ഭ്രാന്താണ്. നമുക്ക് ഒന്നിനോടൊരു ഒബ്സഷൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഭ്രാന്താണ് എല്ലാവർക്കും. എന്ന് പറഞ്ഞാൽ പീക്ക് ഒബ്സഷൻ, അതൊക്കെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. നമുക്കൊന്നത് വേണം, അത് നേടിയെടുക്കണം എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതൊരു പീക്ക് സംഭവമാണ്. അത് ഈ അത് എന്തിനോടും നമുക്ക് തോന്നാം. ആ ഒബ്സഷൻ നമുക്ക് എന്തിനോടും തോന്നാം. ഒരു വ്യക്തിയോടായിരിക്കാം, ഒരു സാധനത്തിനോടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ഥലത്തോടായിരിക്കാം. അങ്ങനെ പല സംഭവത്തിനോട് നമുക്ക് ഒബ്സഷൻ തോന്നാം. പക്ഷേ അതൊരു റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ ആ ഒബ്സഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു പീക്ക് ടോക്സിസിറ്റി എന്നൊക്കെ പറയാമല്ലോ. ആ ഒരു ലെവലിൽ നമുക്ക് പറയാൻ പറ്റുന്ന സംഭവമാണ് ആ ഒബ്സഷൻ എന്ന് പറയുന്നത്. ഒരു പീക്ക് ടോക്സിക് എന്ന് പറയുന്ന സംഭവം അറിയാം. അത്രയും എന്താ പറയുക, റിലേഷൻഷിപ്പിൽ അത്രയും ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ്. അതിൻ്റെ ഒരു വേറൊരു തലത്തിൽ, അതായത് ടോക്സിക്കിൻ്റെയൊക്കെ പീക്ക് ലെവൽ എന്നൊക്കെ പറയുമല്ലോ. എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു മരണം വരെ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് വരെ സംഭവിക്കാം, എന്ത് വേണോ സംഭവിക്കുക, ജീവൻ വരെ ആപത്തിൽ പെടാം എന്നൊരു സംഭവം ഉണ്ടല്ലോ ഒബ്സഷൻ എന്ന് പറയുന്നത്. ആ ഒരു ടൈപ്പിൽ അങ്ങനത്തെ ഒരു രീതിക്ക് പറഞ്ഞു പോകുന്നൊരു സിനിമയാണിത്. അത് നമ്മൾ എന്താ പറയുക, നമ്മൾ ആരും ആഗ്രഹിക്കും അതുപോലത്തെ ഒരു പെണ്ണിനെ. ഇത്രയും കെയറിങ് ഒക്കെ ഞാനും ആഗ്രഹിച്ചുള്ളൂ. ആ സംഭവമാണ് ആ സിനിമ കാണുമ്പോൾ. എൻ്റെ പൊന്നോ, അതങ്ങനെയാണ്. നമ്മളത് കാണുമ്പോൾ നമുക്കതൊരു ഹൊറർ സിനിമ എന്ന് പറയുന്നത് ശരിക്കും ഹൊറർ സിനിമ തന്നെയാണ്. പക്ഷേ നമ്മളിങ്ങനെ വന്ന് ബാക്കിൽ നിന്ന് പേടിപ്പിക്കുക, അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുമ്പം ആൾ പോവുക, പ്രേതം വരിക, ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ പ്രേതം വരും, ലൈറ്റ് ഓൺ ആക്കുമ്പോൾ പ്രേതം പോവും, ബാക്കിൽ വന്ന് പേടിപ്പിക്കുക, ആ സംഭവമല്ല. ഇതിൽ കുറേ സൈലൻസ് ഉണ്ട്. ഈ സിനിമയ്ക്കകത്ത് കുറേ സൈലൻസ് ഉണ്ട്. ആ സൈലൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാണ്. അത് തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണിത്. മീൻസ് അത് നമ്മുടെ OTT ഇറങ്ങി കഴിഞ്ഞാൽ എത്രത്തോളം ഇത് വർക്കാവും എന്നുള്ളത് എനിക്കറിയില്ല. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല തിയേറ്ററിൽ പോയി, നല്ല ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ പോയി എന്തായാലും അങ്ങനെ എൻജോയ് ചെയ്യേണ്ട ഒരു മൂവിയാണ് ഈ പടം. എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും എന്താ പറയുക, ആ ഒരു മ്യൂസിക്കുമായിട്ട് ആ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു മ്യൂസിക്കും കുറച്ച് സൈലൻസ് ഉണ്ട്. ആ സിനിമയ്ക്കകത്ത് കുറേ സൈലൻസ് ഉണ്ട്. ആ സൈലൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്രയും പേടിപ്പെടുത്തും. എന്താണ് അടുത്ത സംഭവിക്കാൻ പോകുന്നൊരു സൈലൻസ്. ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ലായിരിക്കും, ചിലപ്പോൾ ആ സൈലൻസിൽ ചിലപ്പോൾ പിന്നിൽ ഒന്നും കാണൂലായിരിക്കും. പക്ഷെ നമ്മൾ പേടിച്ച് നമ്മൾ അത്രയും ക്യൂരിയസ് ആയിട്ട് നമ്മളിരിക്കും ആ ഒരു സംഭവത്തിൽ. നമ്മൾ ആ ഒരു ഒബ്സഷൻ, ആ ഒരു സംഭവം അത് കാണുമ്പോൾ, അതിലെ കഥ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ വല്ലാണ്ട് ഡിസ്റ്റർബ് ആയി പോകും സത്യം പറഞ്ഞാൽ. കാരണം ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു റിലേഷൻഷിപ്സ് കാണാം. ഇപ്പം നമ്മുടെ എന്താ പറയുക, അങ്ങനെ റിലേഷൻഷിപ്പും അങ്ങനെ ഒരു സംഭവമൊക്കെ ഇപ്പോഴും കാണാം, പലയിടത്തും ചിലപ്പം കാണും. പക്ഷെ ഇതൊരു പീക്ക് സംഭവമാണ്. അതിനൊരു വേറെ രീതിക്ക് ഒരു സൂപ്പർ നാച്ചുറൽ പവർ പോലെ സംഭവം, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്പിരിറ്റ്, ഒരു സംഭവം അതിൽ ദേഹത്തോട്ട് കയറുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ് അവർ കാണിക്കുന്നത്. ഒരു വിഷ് പോലെ, ഒരു ആഗ്രഹം നടക്കുന്ന പോലെ ഒരു സംഭവം, ഒരു വിഷ്, ഒരു ആഗ്രഹം. അപ്പം അത് എങ്ങനെ ചെയ്താലും സംഭവിക്കും. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ അറിയത്തില്ല, പക്ഷെ അത് സംഭവിക്കും എന്നുള്ളൊരു സംഭവം അവർ കാണിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സിനിമ നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു ഫ്ലോയിൽ കണ്ടിരിക്കാൻ ഭയങ്കര രസമുള്ളൊരു മൂവിയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ നല്ലൊരു ഫ്ലോയിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. അതിൽ ആ ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിൻ്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, എൻ്റെ മുന്നേ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ടൈം സെക്കൻഡാണ് ഓരോ എക്സ്പ്രഷൻസ് മാറുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എക്സ്പ്രഷൻ മാറും. നമുക്ക് ചിലപ്പം നല്ല കോമഡി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, മീൻസ് നമുക്ക് കുറേ ഫണ്ണി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ആ സിനിമയ്ക്കകത്ത് ഓരോ സീൻസ്, അത് മീൻസ് സിറ്റുവേഷൻ കോമഡി പോലെയാണ്, അങ്ങനെ സംഭവമാണ്. പക്ഷേ സെക്കൻഡാണ് ആ പുള്ളിക്കാരിയുടെ എക്സ്പ്രഷൻസ് മാറുന്നത്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ആ പെണ്ണാവട്ടെ, അതിലൊരു പയ്യുണ്ട്, അവനും ഒരു രക്ഷയില്ല. അമ്മാതിരി കിടിലം പെർഫോമൻസ് രണ്ടുപേരും. അതിലുള്ള ക്യാരക്ടേഴ്സ് കുറച്ച് ഒരുപാട് ക്യാരക്ടേഴ്സൊന്നുമില്ല, വളരെ കുറച്ചുള്ള ക്യാരക്ടേഴ്സ് മാത്രമുള്ള, പക്ഷെ ഉള്ളവരെല്ലാവരും പെർഫോമൻസ് ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി, എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. എന്തെങ്കിലുമൊക്കെ നല്ലൊരു അവാർഡ് ഉണ്ടെങ്കിൽ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം അത്രയും കിടിലം പെർഫോമൻസ്, ഒരു രക്ഷയില്ല. അത് ടൈം മീൻസ് സെക്കൻഡാണ് ഓരോ എക്സ്പ്രഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പയ്യനാകട്ടെ, അവനും
ആ ഒരു പയ്യന് നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു സീൻസും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ സിനിമ പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. മീൻസ് അങ്ങനെയാണ് ഈ സിനിമ കൊണ്ടുപോയിട്ടുള്ളത്. തിയേറ്ററിൽ പോയി തന്നെ കാണാൻ കണക്കിനാണ് ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. അത് നമ്മളെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക, ഒരു പേടി, നമ്മളാ ഹൊറർ സംഭവം എന്ന് പറയുന്നത് എന്തും നമ്മൾ ആ ഒരു പ്രേതം വരുമ്പോൾ മാത്രമല്ല ഹൊറർ ഫീൽ വരുന്നത്. അതിലൊരു സൈലൻസ് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ പോലെ ആ സൈലൻസ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, കുറച്ച് മ്യൂസിക് വരായിട്ടുള്ള കുറേ സംഭവങ്ങൾ, അതെല്ലാം നമുക്ക് ആ ഒരു ഹൊറർ ഫീൽ വരുന്ന സംഭവം തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് ഈ സിനിമയും പോകുന്നത്. പ്രത്യേകിച്ച് പ്രേതം അങ്ങനെ ഒരു സംഭവം അല്ല. അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ അറിയണം. നിങ്ങൾ ആ ഒരു സംഭവം കണ്ടത്, നമ്മൾ സിനിമയുടെ പേര് പോലെ തന്നെയാണ് ഒബ്സഷൻ. അതൊരു വല്ലാത്ത എന്താ പറയുക, ഒരു പോയിസണാണ്. ആ ഒരു ഒബ്സഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു പോയിസണാണ്. അത് ആരെ ഇല്ലാതാക്കും, ആർക്കും എന്ത് സംഭവിക്കും. അങ്ങനത്തെ ഒരു ഒബ്സഷൻ, ആ ഒരു നമ്മൾ വല്ലാത്തൊരു രീതിയിലേക്ക് നമ്മുടെ ഒരു ഇത് പോവും, നമ്മുടെ മൈൻഡ് പോവും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് വരും. നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും. അതങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ സിനിമ ഒന്ന് തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. OTT വരുമ്പോൾ കാണാൻ നിൽക്കില്ല. ചിലപ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് ഇഷ്ടമാകുമെന്ന് അറിയില്ല. പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇത്രയേ ഉള്ളൂ. ബൈ.